എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നല്ലേ? തിരുവനന്തപുരത്തെത്തി. എത്തി അടി അടി കൂട്ടയടി. അടി കപ്പിയാലേ കൂട്ടമണി. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവിടെയൊക്കെ വലിച്ച് പൊളിച്ച് വൻ വിഷയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ഒരു പ്രശ്നം പലർക്കും ഒരു വേഗമായിട്ടുള്ളൊരു ഐഡിയ മാത്രമേ കാണത്തുള്ളൂ. സോ ഇതിൻ്റെ ഒരു ബ്രീഫ് സംഭവം ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മുടെ സുപ്രീം കോർട്ടിലെ നാൽസ ജഡ്ജ്മെൻറ്റ്, അതായത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു തേർഡ് ജെൻഡർ, അതായത് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൂന്നാമതൊരു കാറ്റഗറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നും, അതുപോലെ ഈ പറയുന്ന നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷനും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഒരാളുടെ, അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ബർത്തിൽ നമുക്ക് അസൈൻ ചെയ്ത് തരുന്ന നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് തന്നിരിക്കുന്ന ബൈ ബർത്ത് നമ്മുടെ ജെൻഡർ എന്താണോ അതല്ലാതെ പിന്നീട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ജെൻഡറിലേക്ക് നമുക്ക് മാറാമെന്നും, അത് നമ്മുടെ ഫ്രീഡമാണ്, നമ്മുടെ ബോഡി നമ്മുടെ റൈറ്റാണ് എന്നുള്ളൊരു സംഭവമായിരുന്നു ആ ഒരു കേസിൽ. വളരെ ഡീപ്പായിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റിയെ പറ്റിയൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് പറയുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു അതിൽ, നാൽസ ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് വായിക്കാൻ കിട്ടും. അതിന് കോൺട്രറി ആയിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ബില്ല്, അതായത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് അമെൻമെൻറ്റ് ബിൽ 2026, അതിനകത്ത് ട്രാൻസ്ജെൻഡർ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ ഒരു മേജർ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബില്ലാണ്. അപ്പം അതിനകത്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ കുറേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതൊരു ഹ്യൂമൻ എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ അത് അത്ര ശരിയായൊരു അമെൻമെൻ്റ് അല്ല എന്നുള്ളതാണ് ഒരു ആസ് എ ലോ സ്റ്റുഡൻറ്റ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് എവ്രി ഹ്യൂമൻ ബീയിങ് ദേ ഹാവ് ദ റൈറ്റ് ടു ലിവ് ഇൻ ദിസ് കൺട്രി. നമ്മുടെ രാജ്യത്ത് വളരെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള റൈറ്റ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ബില്ലിൽ വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ച് വിച്ച് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു എവ്രി ഹ്യൂമൻ ബീയിങ്, ബ്രീഫായിട്ടുള്ളൊരു സംഭവം അതാണ്. അപ്പോൾ അതിന് എതിരെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചോയ്സ് ഇല്ല എന്നുള്ളൊരു സംഭവമാണ്. ബൈ ബർത്ത് ഞാനിപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ സൈക്കോളജിക്കലി ഐ ഫീൽ ലൈക്ക് എനിക്ക് മെയിൽ ഇമോഷൻസും അല്ലെങ്കിൽ എനിക്ക് പുരുഷനെ പോലെ ആണ് എൻ്റെ ലൈക്ക് ഇമോഷണലി അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ അങ്ങനെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ്. ആൻഡ് ഇഫ് ഐ ഹാവ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ട്രാൻസ്ജെൻഡർ, എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദ ഡിസ്ക്രീഷൻ ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ഇഷ്യൂയിങ് ദാറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഈ പറയുന്ന പുതിയ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അത് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് അല്ല, ഇറ്റ് ഇസ് അസ്, നമ്മളാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ദാറ്റ് ഈസ് എബൌട്ട് ആരെക്കുറിച്ചാണ്? ജാസിയെക്കുറിച്ചാണ്. ഒരു കൂട്ടം ആൾക്കാർ ഒരു സൈഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു, ഒരു സൈഡിൽ മാമൻ കിടന്ന് എന്തൊക്കെയോ ഷോ കാണിക്കുന്നു. ജാസിൽ മുഹമ്മദ് അതെ ഷോ കാണിപ്പിന്റെ അങ്ങേയറ്റത്തരം. ബുഷ് എന്താ പറയുന്നത് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ബുഷ് പറഞ്ഞത് ബുഷ് എന്താ പറഞ്ഞത്? ബുഷ് അല്ല ട്രംപ്. ബുഷ് അല്ല ട്രംപാണ്. റിയലൈസ് ട്രംപിളെന്ന് പറയാത്ത ഭാഗ്യം തീർന്നില്ല, തുടങ്ങിയതേ ഉള്ളൂ. ട്രംപ് പറഞ്ഞത് ആ ട്രംപ് പൊക്കി ഒരു അടി കൊടുക്കണം ഫസ്റ്റ്. ഫുള്ള് ഇപ്പൊ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കേണ് ആ ഒരു വാക്ക്. നിനക്ക് എന്താണ് നോമ്പും പിടിച്ചോണ്ട് പൊക്കി അടിക്കാനാ? കമന്റുകൾ രേഖപ്പെടുത്തുക, ഒന്നും പറയാനില്ല. ട്രംപ് പറഞ്ഞത് ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, അതായത് ട്രാൻസ് ആയ വ്യക്തികളും ട്രാൻസ്ജെൻഡർ ആയി മാറി സ്ത്രീ ആയ വ്യക്തികളും എല്ലാവരും ഒരു ജെൻഡറിലേക്ക് മാറാം. എന്തൊക്കെയാണ് പറയുന്നത്? ശരിക്കും ഈ കാക്കച്ചി എന്തിനാണ് അവിടെ വന്നതെന്ന് കാക്കച്ചിക്ക് തന്നെ അറിയത്തില്ല. കാക്കച്ചിയോട് ആരോ പറഞ്ഞു ഇതുപോലൊരു പ്രതിഷേധമുണ്ട്, ബിരിയാണിയൊക്കെ മേടിച്ചു തരാം, നീ ഒന്ന് വാ എന്ന് ആരോ വിളിച്ചിട്ട് വന്നതാണ്. ട്രിവാൻഡ്രത്ത് ആകെ ഒരു ഹോട്ടലാകണ്ടേ തുറന്നു വെച്ചിട്ടുള്ളായിരുന്നു. ഗ്യാസ് സിലിണ്ടറിൻ്റെ വിഷയം നടക്കുകയല്ലേ, അപ്പം അതുകൊണ്ട് ഹോട്ടലുകളൊന്നും തുറക്കുന്നില്ല. ഒരു ഹോട്ടലേ തുറന്നിട്ടുള്ള, അവിടെയും ചെന്ന് കിടന്ന് തള്ളു നോമ്പാണെന്നൊക്കെ പറയുന്നു. എവിടെ അതിൻ്റെ ഇടയിലിരുന്ന് മാങ്ങ കഴിക്കണതുണ്ട്, നോമ്പാണെന്ന് പറയുകയും ചെയ്യും. അവരുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ഒത്തുകൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഇയാൾ എന്താണ് ഉണ്ടാക്കുന്നത്? പിണങ്ങി പോകുന്നു. നോക്കിയപ്പം എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ അടുത്ത് ആരും മിണ്ടണില്ല. എൻ്റെ അടുത്ത് ചോദിക്കണത് നീ പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിച്ച ചെയ്ത് കൂട്ടിയതിനെല്ലാം കണക്ക് അന്ന് ചെയ്ത് കൂട്ടിയതിന് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ
തിരിഞ്ഞ് ഒത്തുകൂടിയ സഭയിൽ എല്ലാവരും ചോദിപ്പ് തുടങ്ങി. നീ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, പ്രസവിച്ച, നീ ആണായിരുന്നല്ലോ, പെണ്ണായ, സർജറി കഴിഞ്ഞ, കമ്മ്യൂണിറ്റിയിലുള്ളവർ ചോദിച്ചെന്നും പറഞ്ഞ് മീഡിയയുടെ മുന്നിൽ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വാ തോരാതെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. റോഡ് വഴി ഞാൻ നോക്കിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരാ. അതെ അതെ, ഞാൻ ഇത്രയും ദൂരം നോൽവ് നോക്കി വന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവുന്ന ആഘാതം എത്രത്തോളം ഉണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ചില കമ്മ്യൂണിറ്റികൾ നമ്മളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് അത് ഭയങ്കര ഹേർട്ടായി എനിക്ക് പേഴ്സണലി. അങ്ങനെ പിണങ്ങി പോവേ. ഇവന് വിഷമായി. ഇവൻ ഇത് ഫുൾ അവിടെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നെ അങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാര്യം പറയും, അതിൻ്റെ അടുത്ത സ്ഥലത്ത് നിന്ന് വേറൊരു കാര്യം പറയും. ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നതാണ്, എന്നിട്ട് എൻ്റെ അടുത്ത് മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവരെല്ലാരും പ്രതിഷേധിക്കാൻ വന്നവരാണ്. ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം, ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ട്. രേണു മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങി എത്രയോ സബ്സ്ക്രൈബായി. പിന്നെ 1 ലക്ഷം കണ്ട് ഒരു ദിവസം ഉണ്ടാക്കി. അയ്യോ ഞാനും പോണേ, എനിക്കും വേണേ, ഇത്രയൊക്കെ രേണു സമ്പാദിച്ച. പിന്നെ അതുപോലെ അഹാനയുടെ കാര്യം പറയുന്നുണ്ട്. അഹാനയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബാണ് കിട്ടിയത്. അഹാനയുടേതൊന്നും കാണാൻ ആൾ കയറാനില്ല. രേണുവിൻ്റെത് കാണാനായിട്ട് ഇടിച്ചിടിച്ച് കയറുന്നുണ്ട്. രേണുവിന് 1.5 ലക്ഷം രൂപയും കിട്ടി. ഇനി അങ്ങനെ ജാസിൽ കാക്കായും കേറാൻ പോവേണ്. അതിന്റെ ഇടയിൽ മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങാൻ പ്രമോഷൻ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇപ്പൊ ഈ നോമ്പ് നോക്കി നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈ ഒരു വെയിലത്ത് നിന്ന് ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു പ്രോബ്ലം നമ്മളിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിയിലേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കും എന്നുള്ളൊരു ശബ്ദം ഉയർത്തി. ഇവനൊന്നും ചെയ്യുന്നില്ല. ഇവൻ ഒരു തേങ്ങയും ചെയ്യണില്ല. ഇവൻ വെറുതെ മീഡിയയുടെ മുന്നിൽ നടക്കണേ ഉള്ളു. എന്നിട്ട് പറയണേ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ശബ്ദം ഉയർത്തണമെങ്കിൽ അത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്. ഇതൊന്നും ചെയ്യണില്ല. ബാക്കിയുള്ളവര് അവിടെ എന്തോന്ന് അത് പൊളിക്കണത്, ബാരിക്കേഡ് പൊളിക്കണ്, അതിന്റെ മണ്ടേ കൂടെ എടുത്തു ചാടണ്. ഒരു ബഹളം തന്നെ. തുണി പൊക്കി കാണിക്കുന്നവരോരുണ്ട്. കാണിക്കണ്ട, നീ എങ്ങനെയും പോയി ഇവിടെ നില്ല്. ഇവ എന്നിട്ട് പറഞ്ഞല്ലോ ഒത്തിരി നേരത്തെ എന്തേലും പൊക്കി കാണിച്ചു കൊടുക്കണോന്ന്. ട്രംപിനെ തുണി പൊക്കിയിട്ട് അടിച്ചു കൊടുക്കണോന്ന് അവൻ പറയുന്നു. ഇടാ അവന് കോമാളി, അവൻ ഇങ്ങനെ അങ്ങ് നടക്കണം. ഊരി കാണിച്ചു കൊടുക്കുന്നത് എന്തോന്ന് സുധിയേട്ടനല്ല ഊരി കാണിച്ചു. മെമ്പർഷിപ്പ് ലൈവിന്റെ കാര്യമാണ് പറയണത്. രേണുവിന് 1.5 ലക്ഷം രൂപ കിട്ടി. അതുകൊണ്ട് മീഡിയ ജാസിയുടെ അടുത്ത് എന്നീന്ന് പറയാണ് രേണുവിന് ഇത്ര കിട്ടിയെന്ന്. അപ്പൊ പറയണ അത് തുടങ്ങണ നല്ലത് തന്നെയാ. സുധിച്ചേട്ടനല്ലല്ലോ പൊക്കി കാണിച്ചു കൊടുക്കണേന്ന്, നാട്ടുകാർക്കല്ലേ കാണിക്കണം. ആളിയൊക്കല്ലേ പൊക്കി കാണിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കണതെന്ന്. ഹെലന്റെ കേസ് വന്നപ്പോഴേ നമുക്കറിയാലോ, ഈ ബാക്കിയുള്ളവർക്ക് പൊക്കി കാണിക്കുന്നത് ഈ ജാസിക്ക് ഒരു ഹരമാണ്. അത് നമുക്കറിയാം. ഇപ്പൊ പറഞ്ഞേട്ടാ, സുധിച്ചേട്ടനല്ലല്ലോ പൊക്കി കാണിച്ചു കൊടുക്കണത്, ബാക്കിയുള്ളവർക്കല്ലേ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ച് പണം സമ്പാദിക്കണേല് എന്താണ് കുഴപ്പം? 1.5 ലക്ഷം രൂപ കിട്ടിയില്ലേ, അതുകൊണ്ട് ഞാനും ഇനി പോണം. ആ ചേച്ചി എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ. ഈ പറയുന്ന ആൾക്കാരൊന്നും അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഓക്കെ, ആ ചേച്ചി സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല, ചേച്ചിയുടെ ഭാഗത്ത് മൂലം കേൾക്കുക. നിങ്ങൾക്ക് പോയിട്ട് അവർക്ക് കുറച്ച് അരിയും പഞ്ചസാരയും പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇത് ആ ചേച്ചി എന്ത് ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമാണല്ലോ. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മാറ്റിയല്ലോ സുധിച്ചേട്ടന്റെ പടം വെച്ചാണെങ്കിൽ എന്തിനാണ് വെറുതെ? അത് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ. ആ ഹസ്ബൻഡ് ഇപ്പൊ എത്രയോ പേര് സ്വന്തം മക്കളുടെ പ്രൊഫൈൽ പിക്ക് വെക്കുന്നുണ്ട്, വൈഫുമാരുടെ പ്രൊഫൈൽ പിക്ക് വെക്കുന്നുണ്ട്. പഞ്ചസാരയും വാങ്ങിച്ചു കൊടുത്താ അത് ശരിയാവോ? രേണുവിന് ഒരു ദിവസം 4-5 ലക്ഷം രൂപ, ഒരു പല്ല് വെച്ചതിന് തന്നെ 4-5 ലക്ഷം രൂപയായി. അപ്പൊ പിന്നെ എങ്ങനെയാണ് അരിയും പഞ്ചസാരയും കൊടുത്താ ശരിയാവോ ജാസിൽ മുഹമ്മദേ? നിങ്ങളൊരു കാര്യം കാണണം. ഒരു സൈഡില് ഇവരെല്ലാം കൂടെ ആണെന്നും പെണ്ണെന്നും വിളിക്കാൻ പറ്റത്തില്ല, എന്നാലും നമുക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിളിക്കാം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ റൈറ്റ്സിന് വേണ്ടി പോരാടുന്നു. ഇതിലൊന്നും നേരത്തെ ശബ്ദം ഉയർത്തിയ ജാസിലിനെ കാണാനില്ല. ജാസിൽ മുഹമ്മദ് ഇതിന്റെ അടുത്തുപോലും വരുന്നില്ല. മീഡിയയുടെ മുന്നിൽ ചെന്നിന് ഷോ കാണിപ്പേനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വന്തം കാര്യവും രേണുവിൻ്റെ കാര്യവും പണം ഉണ്ടാക്കണ ഏത് രീതിക്കാണ്, ഇതെല്ലാം ജാസിൽ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ ഇതിന്റെ ഒരു അറ്റത്ത് പോലും വരുന്നില്ല. എന്തിനാണ് അവിടെ വന്നതെന്ന് പോലും അവൻ അറിഞ്ഞൂടാ. അതാണ് സത്യം. ഇവന് വായി തോന്നണേന്ന് പറഞ്ഞുകൊണ്ട് കിടന്നത്. ഇതാണ്ട് പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞേ സർജറി ചെയ്യാൻ പോയി കിടക്കണ്, ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് തന്നെ അത് മാനക്കേടായിപ്പോയി.
നല്ല പേരുണ്ട് കേട്ടോ, നല്ല ഒരുപാട് പേരുണ്ട് ഇതില്, പിന്നല്ലാതെ. ഇവരെ ഇതില്. പക്ഷെ ഈ ജാസിൽ എന്താന്ന് തോന്നണ ആശയം വീട്ടിലാക്കിയിട്ടാണ് വന്നത്. നീ അവിടെ കിടയടാ, ഞാൻ പോയിട്ട് വരട്ടെന്ന്, സമരം വിളിച്ചിട്ട് വരട്ടെന്ന്, എന്നിട്ട് ഷോ കാണിക്കല്. കണി കാണും നേരം കമലാ നേത്രന്റെ കേറും എന്തിരുന്ന് കയറുമെന്ന് കാണും നേരം കമലാ നേത്രന്റെ കേറും മുന കയറൂ. എന്താ വയ്യടാ നിനക്ക്? മുന കേറും തുകിൽ ചാത്തി കലഹക്കിങ്ങിണി, കലഹം വളകൾ മുന്തിരം മുന്തിരം, വളകൾ മുന്തിരം. ബാക്കി ആണേണം ഭഗവാനേ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എല്ലാരും വിഷു അടുത്ത മാസമല്ലേ, അഡ്വാൻസ് ആയിട്ട് പാടി തന്നായിരിക്കും. ഓക്കെ, ഇവരെന്തിനാണ് ഇവിടെ വന്നത്? പ്രതിഷേധത്തിന് വന്നതാണ്. ശബ്ദം ഉയർത്തുന്ന ഇവൻ പ്രതിഷേധത്തിന് വന്നിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വിഷുദിനാശംസകൾ. കണി കാണും നേരം. ജാസി നോമ്പായിട്ട് ഉണ്ടാക്കുന്ന ഫുഡുകൾ, എന്തുമാത്രം ഫുഡുകൾ, ആ ഫുഡ് പോലും ഉണ്ടാക്കാതെയാണ് വന്ന് പ്രതിഷേധത്തിന് വന്നത്. കഷ്ടമായിപ്പോയി, ഇത് വല്ലാത്തൊരു പ്രതിഷേധമായിപ്പോയി. തലയ്ക്കുമല്ലോ അടി കിട്ടി. മിക്കവാറും കിട്ടിയിട്ടുണ്ട്. അവിടെ ആ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇവനെ താല്പര്യമില്ല. ഇവ അത്രയ്ക്കല്ലേ കാണിച്ചു കൂട്ടിയത്, അതുകൊണ്ട് അവർക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. എനിക്ക് തോന്നണം ഇവൻ അടി കിട്ടിയെന്ന് തോന്നണം, മോന്തയും വലിച്ചിറക്കിയില്ല, കടന്തല് കുത്തി കണക്ക്. അവർക്ക് ബാക്കിയുള്ളവർക്ക് തന്നെ ദേഷ്യം വരും. കാരണം വെച്ചാൽ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അവര് നോക്കുമ്പോ ഇവൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മീഡിയാസിന്റെ അടുത്ത് സംസാരിച്ച് അവര് വലിച്ചു പൊളിക്കാണ് ചെയ്യണത്. ഇവൻ ഒരു വെറുതെ എടുത്തിട്ടിട്ട് ചെന്ന് ഇന്ന് മീഡിയയുടെ മുന്നിൽ പറയണ എന്തോന്നാണ്, രേണുവിന്റെ കാര്യം. ആശീനെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അവൻ ഇറങ്ങി വന്നാൽ ശരിയാവൂല, അവനെ കൊണ്ടുവന്നാൽ ശരിയാവൂല, എനിക്ക് പ്രതിഷേധം നടത്തണം ബാക്കിയുള്ളവരോട്. എന്നിട്ട് അവൻ എന്തൊരു പ്രതിഷേധം, ശബ്ദം ഉയർത്തണോ അത്. വന്നിട്ട് മീഡിയയുടെ മുന്നിൽ വന്ന് ഇന്ന് ആളാവണതല്ല, അവൻ സ്വയം വെളുപ്പിക്കാൻ നോക്കണം. ഇതല്ലാതെ അവൻ ഒരു തേങ്ങയും ചെയ്യണില്ല. PSC എഴുതി പാസ്സായി അവർക്കൊരു ജോലിക്ക് വേണ്ടി വന്നിടന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നിടന്ന് അടിയും വിളിയും നടത്തുന്നതായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. മുട്ടുകാലിൽ എഴയണ് അവർ, സത്യം പറഞ്ഞാൽ അങ്ങ് മലർന്ന് കിടന്ന് അവരെ തലയും പിറം മൊത്തത്തിൽ പൊള്ളി അടരും കണക്ക് അവരാ ടാറിട്ട റോഡിലൂടെ അവർ എഴഞ്ഞ് വരെ പ്രതിഷേധം കാണിക്കുന്നുണ്ട്. നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ, ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ, എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും അവർക്ക് മീൻസ് കുറച്ചുകൂടെ മാധ്യമ ആൾക്കാരും മീഡിയാസ് ഒക്കെ നമ്മളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിന്നെ ഫോക്കസ് ചെയ്യാൻ കാര്യം നീ അല്ലേ അങ്ങോട്ട് ഞൊഴഞ്ഞ് കയറി ചെല്ലണത്. എനിക്കതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നും പറഞ്ഞ് കയറി ചെന്ന് മീഡിയയുടെ മുന്നിൽ ഞെളിഞ്ഞ് നിന്നും കൊണ്ട് ഓരോന്ന് പറയുകയും ചെയ്യും. ബാക്കിയുള്ളവർ കിടന്ന് കഷ്ടപ്പെട്ട് കിടന്ന് ഉന്തും തള്ളും കൊണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് അടിയും ഇടിയും കമ്പി വരെ പൊത്ത് കയറിയവരുണ്ട്. അവർ ഇങ്ങനെ വലിഞ്ഞെഴിഞ്ഞ് കയറുന്ന സമയത്ത് യവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് യവൻ അങ്ങ് ആളാവീണ് നിന്ന്. എന്നിട്ട് പറയണണ്ട, ഓരോരുത്തർ തലയിൽ കൂടെ മുണ്ട് ഇട്ടുകൊണ്ട് വന്ന് നിന്നോണ്ട് ചോദിക്കും, നീ ആണാണാ പെണ്ണാണാ, നീ പെണ്ണായ, നീ പ്രസവിച്ച, മക്കളുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. കൊണ്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷെ പേഴ്സണലി ഞങ്ങളൊന്നും തമ്മിലൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോ എങ്ങനെ വെറുതെ ഇടക്കാലത്ത് ബാക്കിയുള്ളവരെ, ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെ തന്നെ ഇവൻ എന്തെല്ലാം പറഞ്ഞെന്നറിയോ വന്നിരുന്നും കൊണ്ട്. ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ നടന്നു കഴിഞ്ഞിട്ട് ശേഷം നമ്മോട് വന്നിട്ട് ഇതിങ്ങനെയല്ല അങ്ങനെ അത് പറഞ്ഞ കുറെ നല്ല ആൾക്കാരും ഉണ്ട്. അതല്ലാണ്ട് വെറുതെ നമ്മളെ ചൊറിയുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. എന്നോട് വന്ന് ചോദിച്ചാൽ നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ, ഇത് ചോദിക്കുന്ന ആളെ മുഖം എങ്ങനെയാണ്? നിന്റെ ഗർഭം എന്തായി, നീ ആണാണോ പെണ്ണാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീലക്ഷ്മി കേട്ടോണ്ടിരിക്കുക, ഞാൻ പറഞ്ഞു അത് മാറ്റിയിട്ട് സംസാരിക്കും. ശ്രീലക്ഷ്മി കേട്ടോണ്ടിരിക്കണം, അത് നിന്റെ അതേ കൂട്ടി തന്നെ, നിന്റെ വാല് തൂങ്ങി നടക്കുകയാണ്, മിക്കവാറും ആശി അടിച്ചോണ്ട് പോകും, അത് ഉറപ്പാണ്. സ്വന്തം മുഖം പബ്ലിക്കിൽ കാണിക്കാണ്ടാണ് ഞാൻ എന്തൊക്കെയായാലും എന്റെ ഐഡന്റിറ്റിയും എന്റെ ഫേസും കാണിച്ചിട്ടാണ് ഞാൻ ഒരു ട്രാൻസ് വുമണാന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നത്. സ്വന്തം മുഖം മറച്ച് ഗർഭിണി ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും. സർജറി കഴിയാതെ എങ്ങനെയാണ് പൂർണ്ണമായി ഒരു സ്ത്രീയായി മാറുമ്പോഴാണ് ട്രാൻസ് വുമൺ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഗർഭം എന്തായി, നിന്റെ ഭർത്താവ് എവിടെ, ഇതെവിടെ, അല്ലെങ്കിൽ നീ ആണാണോ പെണ്ണാണോ ചോദിക്കുന്ന ആളുടെ മുഖം കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം.
തിരുവനന്തപുരത്തോട്ട് വന്ന് മൊത്തത്തിൽ വട്ടായി കിടക്കണം. പിന്നെ അത് മാത്രമല്ല, ഇല്ലെങ്കിൽ ആ ഊളംപാറ അവിടെ തൊട്ടടുത്താണ്, അവിടെ ആ ഭാഗത്താണ്. അത് ഒന്നുകിൽ അവിടെ കയറി പോയി വല്ല ഗുളിയെ മരുന്നാ വല്ലതാ കിട്ടുമെന്ന് നോക്ക്. നിനക്ക് ശബ്ദം ഉയർത്തണമെങ്കിലേ ഈ ശബ്ദം ഉയർത്തണമെന്ന് പറഞ്ഞ സമയത്ത് നീ എന്തിനാണ് അവിടെ വന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രതിഷേധിക്കാൻ? അങ്ങനെയാണെങ്കിൽ നീ മീഡിയയിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ നീ അതിനെക്കുറിച്ച് സംസാരിക്കും 10 വാക്ക്. ഇത് അതുപോലുമില്ല, സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ നോക്കണ്, ആളുകളെ കുറ്റങ്ങൾ പറയണം. അവരെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ തന്നെ കുറ്റങ്ങൾ പറഞ്ഞ് പാടി അങ്ങ് നടക്കണേണ് ആളാവാൻ വേണ്ടി, മീഡിയയുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട്. കാക്കാരെ ഒരു കാര്യം കൊള്ളാം കാക്ക. കൊള്ളാം കാക്ക.